ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ അൽഫിൻ അബ്ദുൽ സലാം. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സോ നമ്മൾ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട അണ്ടർസ്റ്റാൻഡിങ്സിലൊന്നായിട്ടുള്ള ലിറ്ററി ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ട് ലിറ്ററി തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോസ്റ്റ് വാർ ലിറ്ററി തിയറിയുടെ ഫേസസിൽ തുടക്കം കുറിക്കുന്ന ഒന്നായിട്ടുള്ള റഷ്യൻ ഫോർമലിസത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് റഷ്യൻ ഫോർമലിസം, ആ തിയറിയെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ രണ്ട് ഫേമസ് ആയിട്ടുള്ള പേഴ്സണൽസ് ഉണ്ട്, വിക്ടർ ഷ്ലോസ്കിയും റോമൻ യാക്കബ്സണും. ഇവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് അവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ, വാട്ട് ഈസ് റഷ്യൻ ഫോർമലിസം? അതെന്താണ്? ഒരു ലിറ്ററി മൂവ്മെൻ്റ് ആണ്. എന്താണ് ഒരു ലിറ്ററി മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ചിന്താധാര, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഈ സാധനത്തെ നോക്കിക്കാണേണ്ടത്, ഈ ലോകത്തിനെ പറ്റി നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത വളർന്ന് പന്തലിച്ച് അത് പടർന്ന് നീങ്ങുന്നതിനെ നമുക്ക് വേണമെങ്കിൽ മൂവ്മെൻ്റ് എന്ന് വിളിക്കാം. എമേർജ്ഡ് ഇൻ റഷ്യ ഇൻ 1910s to 1930s. 1910 മുതൽ 1930 വരെ. അപ്പോൾ റഷ്യയിൽ അപ്പോൾ ആരാണ് അവിടെ ഉള്ളത്? സ്റ്റാലിനാണുള്ളത്. അപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ 1910 മുതൽ 30 വരെയുള്ള 20 വർഷം ഈ റഷ്യൻ ഫോർമലിസം നിലനിന്നിട്ടിരുന്ന ഒരു ലിറ്ററി മൂവ്മെൻ്റ് ആണ്. അപ്പോൾ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് റഷ്യൻ ഫോർമലിസം. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതെന്തിനാണ് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഫോമിനാണ് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് രൂപത്തിലാണ് അതിന് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കോണ്ടൻറ്റിനല്ല, അതിൻ്റെ കൾച്ചറിനല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലല്ല. അതിൻ്റെ ഈസ്തറ്റിക് വാല്യൂ എന്ന് പറയുന്നത് ഫോമിലാണ്, രൂപത്തിലാണ് എന്നാണ് ആര് പറയുന്നത്? റഷ്യൻ ഫോർമലിസം പറയുന്നത്. നമ്മൾ ഈ റഷ്യൻ ഫോർമലിസം എന്തുകൊണ്ട് 1930 അവസാനിച്ചു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മാർക്സിസം എന്താണെന്ന് മനസ്സിലാക്കണം. ഓബിയസ്ലി സ്റ്റാലിനാണ്. മാർക്സിയൻ ഐഡിയോളജിയിൽ വന്നിട്ടുള്ള ഭരണകൂടം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫോർമലിസം റഷ്യയിൽ നിലനിൽക്കുന്നത്, 1910 മുതൽ 1930 വരെ. മാർക്സിസം പറയുന്ന എന്താണ്? ബേസ് സ്ട്രക്ചറുണ്ട്, സൂപ്പർ സ്ട്രക്ചറുണ്ട്, ഈ ഹെജിമണി ഉണ്ട്, കൾച്ചറുണ്ട്, അതുപോലെ തന്നെ ഐഡിയോളജി ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ എക്സ്പ്രഷനാണ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ലിറ്ററേച്ചറിൻ്റെ അർത്ഥം. നമുക്കിതിൽ നിന്ന് സാമൂഹികമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ സമൂഹത്തെ പറ്റി നമുക്ക് പഠിക്കാം എന്നൊക്കെയാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ സമൂഹത്തെ പറ്റി പറയുന്നത്. അവിടെയാണ് ഫോർമലിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് പറയുന്നത് എന്താണ്? ഇതിനകത്തൊന്നും അല്ല ഒരു വർക്കിൻ്റെ വൃത്തി അല്ലെങ്കിൽ ഭംഗിയിരിക്കുന്നത്, മറിച്ച് ഏതൊക്കെ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഡീഫെമിലിയറൈസേഷൻ കൊണ്ടാണ് വാക്കിന് ഒരു അർത്ഥത്തിന് വൃത്തി വരുന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിന് അതിൻ്റെ ബ്യൂട്ടി, എയ്സ്തെറ്റിക്സ് വരുന്നത് എന്ന് റഷ്യൻ ഫോർമലിസം പറയുന്നത്. മനസ്സിലായി കാണുകയില്ല. അപ്പോൾ എങ്ങനെയാണ് റഷ്യൻ ഫോർമലിസം ഒരു വർക്കിനെ വാല്യൂ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം കാരണമാണ് 1930 കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചത്? ഓബ്വിയസ്ലി പവറിലുള്ള ഐഡിയോളജി റഷ്യൻ ഫോർമലിസത്തിനെ എന്ത് ചെയ്തത്? വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? റോമൻ യാക്കബ്സൺ ഒക്കെ 1930 മുമ്പ് തന്നെ റഷ്യ വിട്ട് അമേരിക്കയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. അവിടെയാണ് വീണ്ടും ഫോർമലിസം ഭാവിയിലേക്ക് വളർന്നു വരുന്നത്, പല രൂപത്തിലായിട്ട്. അപ്പോൾ ഫോർമലിസം എന്താണ് പറയുന്നത്? മാർക്സിസം ഇതാണ് പറയുന്നത്. മാർക്സിസത്തിനെ എതിർത്തുകൊണ്ട് എന്താണ് ഫോർമലിസം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. എംഫസൈസ്ഡ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ബൈ അനലൈസിങ് ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഡിവൈസസ്. ഒരു ആർട്ടിനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സംസ്കാരം ആയിക്കൊള്ളട്ടെ, സൂപ്പർ സ്ട്രക്ചർ ആയിക്കൊള്ളട്ടെ, ബേസ് സ്ട്രക്ചർ ആയിക്കൊള്ളട്ടെ, കൾച്ചർ ആയിക്കൊള്ളട്ടെ, ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, ഈ കാര്യങ്ങളെല്ലാം ആയിക്കൊള്ളട്ടെ, ഇതൊന്നും നമ്മളൊരു വർക്കിനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതെത്രത്തോളം നല്ലൊരു വർക്കാണ്, ഇതെത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് എന്ന് നമ്മൾ അതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അളവുകോലായിട്ട് എടുക്കാൻ പറ്റുകയില്ല എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഫോർമലിസ്റ്റുകൾ പറയുന്നത് ഓരോ കൃതിയെയും നമ്മൾ എന്ത് ചെയ്യണം, വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്കതിനെ കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം വേണം. അതിൻ്റെ രൂപത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ചെയ്യേണ്ടത് എന്നാണ്
ഫോർമലിസ്റ്റുകൾ പറയുന്നത്. അതിനവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കായിരുന്നു ഡീഫെമിലിയറൈസേഷൻ. ഈ വാക്ക് എന്താണ് പറയുന്ന പോലെ തന്നെ ഫെമിലിയറൈസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഫെമിലിയറൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബേസിക് സാധനം. അതായത് ഒരു വർക്ക് എത്രത്തോളം എന്താണ് എസ്തെറ്റിക് ആകുന്നു അല്ലെങ്കിൽ സെറ്റപ്പ് ആകുന്നു. കാരണം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് എത്രത്തോളം ഭംഗിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ എന്താണ് ബ്യൂട്ടി എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യത്തെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത രീതിയിൽ നമ്മളിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കാം, പക്ഷേ അതിനെ നമുക്കറിയാത്ത ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിൽ നിന്ന് നമ്മളതിനെ മനസ്സിലാക്കി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നൊരു ലെങ്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ എടുക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സാണ് എസ്തെറ്റിക്സ്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന എത്രത്തോളം ഡീഫെമിലിയറൈസ് ചെയ്ത് നമുക്ക് ഒരു സാധനത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് അതിലെ എസ്തെറ്റിക്സ് എന്നാണ് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഈ മോഡേൺ ആർട്ടുകൾ നമ്മൾ കാണാറുണ്ട്. എന്താണ്, ഒരു പെയിൻ്റ് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വര വരച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിനെ ആയിരിക്കും എന്ത് ഡീഫെമിലിയർ ആയിട്ട് അതിവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഡീഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാകാത്ത ഈ പെയിൻറ്റിങ്സിൽ നിന്ന് നമ്മൾ കണക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് എന്താണ് വെച്ചിട്ടുള്ള കണ്ടൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് എസ്തെറ്റിക് ആയിട്ട് മാറുന്നത്, അതിൻ്റെ വാല്യൂ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഈ ഡീഫെമിലിയറൈസേഷൻ ഇതിനെ ഈ ഒരു രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ആ സാധനത്തിന് എസ്തെറ്റിക് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ മോഡേൺ ആർട്ടിന് വാല്യൂ കൊടുക്കുന്നത് എന്താണ്, അതിൻ്റെ അകത്തുള്ളത് എന്താണ് എന്നുള്ള കാര്യമല്ല, ആ ഉള്ള ഐഡിയയെ എങ്ങനെ എത്ര എസ്ട്രേഞ്ച്ഡ് ആയിട്ട് എത്ര ഡീഫെമിലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, അത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സ്ട്രക്ചറിലെ ആ രൂപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫോമിൻ്റെ സ്ട്രക്ചറിനല്ല ഫോം രൂപത്തിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓബിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്സിസ്റ്റ് സൈക്കോളജിക്കൽ ആൻഡ് മാർക്സിസ്റ്റ് ഐഡിയൽസിന് എതിരായിരുന്നു. മേജർ ഗ്രൂപ്പുകൾ 2ആണ്, മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിള്, ഒപ്പോയാസ്, സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ്. അപ്പോൾ ഈ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജിൻ്റെ കണ്ടോ, അപ്പോൾ ഇവിടെ ലാംഗ്വേജിനെയാണ് പഠിക്കുന്നത്. പോയറ്റിക് ലാംഗ്വേജ് എത്രത്തോളം എസ്ട്രേഞ്ച്ഡ് ആയിട്ട് ഡീഫെമിലിയർ ആയിട്ട് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് പോയത്തിന് വാല്യൂ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പറയുന്ന സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്ന ആളുകളായിരുന്നു ആര്, ഒപ്പോയാസ്. ഇതിനെ സയൻറ്റിഫിക് സ്റ്റഡി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ അത് ഫോമിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളാണ് ഇതിനെ ഫോർമലിസം എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ. വിക്ടർ സ്ലോസ്കി, ബോറിസ് എക്കൻബോം, ഓസിപ് ബ്രിക്ക് ആൻഡ് യൂറി ടിനാനോവ് എന്നിവരൊക്കെ എന്തായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള റഷ്യൻ ഫോർമലിസ്റ്റുകളായിരുന്നു. ദ ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ സ്കൂൾസ് ലൈക്ക് സ്ട്രക്ചറലിസം ആൻഡ് ന്യൂ ക്രിറ്റിസിസം. കാരണം ഈ സ്ട്രക്ചറലിസം നമുക്കറിയാം, ഫെർഡിനാൻഡ് സൊഷൂർ സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്, അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് സ്ട്രക്ചറലിസം. ന്യൂ ക്രിറ്റിസിസം അമേരിക്കൻ ലിറ്ററേച്ചറാണ്. ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോമൻ യാക്കബ്സോണിൻ്റെ ന്യൂയോർക്കിലോട്ട് അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വിക്ടർ സ്ലോസ്കി 1930 ഫോർമലിസം വേണ്ട പൊക്കോട്ടെ എന്ന് പൊളിറ്റിക്കൽ പ്രഷർ കാരണം വേണ്ട, തെറ്റാണ് ഞാൻ പറഞ്ഞത്, ശരിയാണ് സൂര്യ തെറ്റൻ്റെ ഭാഗത്താ എന്ന് പറഞ്ഞ് പുള്ളി ഫോർമലിസം ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ റോമൻ യാക്കബ്സൺ എന്ത് ചെയ്തു, അവിടുന്ന് ജർമ്മനിയിലേക്ക് പോയി, അവിടെ അടിച്ചമർത്തലാണ്. അവിടുന്ന് വീണ്ടും അമേരിക്കയിലേക്ക് പോയി, അവിടെ ചെന്ന് ക്ലോഡ് ലെവി സ്ട്രോസിനെ കാണുകയും റൊളാൻഡ് ബാർത്തസിനെ കാണുകയും അവർ തമ്മിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ട്രാൻസാക്ഷനിലൂടെയാണ് വീണ്ടും സ്ട്രക്ചറലിസം വളർന്നു വരുന്നത്, ന്യൂ ക്രിറ്റിസിസം ഒക്കെ വളർന്നു വരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഹൗ റഷ്യൻ ഫോർമലിസം ലെഡ് ടു സ്ട്രക്ചറലിസം ആൻഡ് ന്യൂ ക്രിറ്റിസിസം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോർമലിസം വാസ് ഇനീഷ്യലി യൂസ്ഡ് ബൈ ക്രിറ്റിക്സ് ഓഫ് ദ മൂവ്മെൻറ്റ്, നോട്ട് ബൈ ദ ഫോർമലിസ്റ്റ് ദംസെൽസ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് പറയുന്ന പോലെ ഫോർമലിസ്റ്റുകൾ തന്നെയല്ല ഫോർമലിസ്റ്റുകളെ ഫോർമലിസ്റ്റ് എന്ന് വിളിച്ചത്. പക്ഷേ ഫോർമലിസ്റ്റുകളെ ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആളുകളാണ് അവരെ ഫോർമലിസ്റ്റ് എന്ന് വിളിച്ചത്. കാരണം ഇവർ പറഞ്ഞത് ഞങ്ങൾ പോയറ്റിക് ലാംഗ്വേജിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയാണ് നടത്തുന്നത് എന്നാണ് ആര് പറഞ്ഞത്,
ഒപ്പോയാസ് പോലെയുള്ള സയൻറ്റിഫിക് സ്റ്റഡി നടത്തുന്ന ലിറ്ററി ഡിവൈസസിനെ പറ്റി പഠിക്കുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെന്ത് പറഞ്ഞു, നിങ്ങൾ പറയുന്ന പഠനം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ രൂപത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പഠനം നടത്തുന്നവരാണ് ഫോർമലിസ്റ്റുകളാണെന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞു. ഓക്കെ, Boris Eichenbaum, a leading formalist, criticized the name, stating that it was an oversimplified label rather than an objective description. പുള്ളി പറഞ്ഞത് പുള്ളി ചെയ്യുന്ന എന്തോ അല്ലെങ്കിൽ ഫോർമലിസ്റ്റുകൾ ചെയ്യുന്ന എന്തോ വലിയ പരിപാടിയാണ്, അത് ഇത്രയും വളർന്ന് വികസിച്ച് കിടക്കുന്ന ഒരുപാട് സംഹിതകളുടെ കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ ഇതിനെ പഠിക്കുന്നത്, അതിനെ നിങ്ങൾ വെട്ടിച്ചുരുക്കി ഓവർ സിംപ്ലിഫൈ ചെയ്ത് ഫോർമലിസം എന്ന് പറഞ്ഞ് ഒതുക്കരുത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ബോറിസ് എയ്ക്കൻബോം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൂ സെഡ് ദാറ്റ് ദ ടേം ഫോർമലിസം ഈസ് ആൻ ഓവർ സിംപ്ലിഫൈഡ് ലേബൽ? ഇറ്റ് ഈസ് ബോറിസ് Eichenbaum, and he believed that formalism is more than just something that is about the form, but about the underlying structure or study of poetic devices and language എന്നാണ് ബോറിസ് എയ്ക്കൻബോം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റഷ്യൻ ഫോർമലിസം എമേർജ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ 1915 മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളിലും ഒപ്പോയാസ് ഗ്രൂപ്പിലും 1916 രണ്ട് സ്കൂളുകളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് റഷ്യൻ ഫോർമലിസം വളർന്നത്, പഠനം നടന്നുപോയത്. വൈൽ ഓഫൻ കമ്പയർഡ് ടു അമേരിക്കൻ ന്യൂ ക്രിറ്റിസിസം ഡ്യൂ ടു ഷെയർഡ് ഫോക്കസ് ഓൺ ക്ലോസ് റീഡിംഗ്, റഷ്യൻ ഫോർമലിസ്റ്റ് എയിം ടു എസ്റ്റാബ്ലിഷ് എ സയൻറ്റിഫിക് അപ്രോച്ച് ടു ലിറ്റററി ക്രിറ്റിസിസം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ലിറ്റററി ക്രിറ്റിസിസത്തിലേക്ക് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നൽകുക എന്നുള്ളതായിരുന്നു റഷ്യൻ ഫോർമലിസ്റ്റുകളുടെ ഉദ്ദേശം. പ്രൈമറി ഗോൾ വാസ് ടു ഡെവലപ്പ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോർ അനലൈസിങ് പോയറ്റിക് ടെക്സ്റ്റ്. ഉണ്ടോ, പോയറ്റിക് ടെക്സ്റ്റുകളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുക. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡുണ്ട്, ഈ മെത്തേഡ് ഉപയോഗിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഈ സാധനം പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഈ സാധനം കൊള്ളാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിറ്ററി വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഉള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു റഷ്യൻ ഫോർമലിസ്റ്റുകളുടെ ഉദ്ദേശം. അതിനെയാണ് ആര് ക്രിട്ടിക്കുകൾ എന്തെന്ന് വിളിച്ചത്, ഫോർമലിസം രൂപം കണ്ടു കൊള്ളാം, രൂപം നല്ല രസമുണ്ട്, ഫോമും കൊള്ളാം, അതുകൊണ്ട് നിങ്ങൾ ഫോർമലിസ്റ്റുകളാണ് എന്ന് പറയുന്നു എന്ന് ക്രിട്ടിക്സ് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് റഷ്യൻ ഫോർമലിസം. റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് UGC നെറ്റിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വർക്കുകളെ പറ്റി എല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിലേക്ക് നമുക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. കാരണം റഷ്യൻ ഫോർമലിസം ആയിക്കൊള്ളട്ടെ, സ്ട്രക്ചറലിസം ആയിക്കൊള്ളട്ടെ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആയിക്കൊള്ളട്ടെ, സൈക്കോഅനലിറ്റിക് ക്രിറ്റിസിസം ആയിക്കൊള്ളട്ടെ, മാർക്സിസം ആയിക്കൊള്ളട്ടെ, ഗ്രാംഷ്യൻ മാർക്സിസം ആയിക്കൊള്ളട്ടെ, ഇവിടെ നല്ല ഇത് പോസ്റ്റ് വാർ ലിറ്ററി തിയറി എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ പോർഷൻസ് ആണ് ഇതൊക്കെ. ഈ ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ടൈം പീരീഡിൽ UGC നെറ്റ് എക്സാമിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന എക്സാമാണ്. അല്ലെങ്കിൽ എല്ലാ എക്സാംസും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ ലിറ്ററി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വാർ ലിറ്ററി തിയറി, അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററി തിയറി, സബാൾട്ടൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദളിത് ലിറ്ററേച്ചറിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ തിയറികളെയും പറ്റിയും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കി ഇതിൽ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് ആ ടോപ്പ് 1%ലേക്കും ടോപ്പ് 6%ലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. CCയിൽ നമ്മൾ 50% സക്സസ് റേറ്റ്, അതായത് ഇന്ത്യയിലെ മുഴുവൻ പരീക്ഷകളിൽ എഴുതുന്ന വലിയ ഒരാൾക്ക് അല്ലെങ്കിൽ 6% പേർക്ക് മാത്രം നെറ്റ് കിട്ടുമ്പോൾ CCയിലെ വിദ്യാർത്ഥികളിൽ 50 മുതൽ 57% വരെ വിദ്യാർത്ഥികൾക്ക് നെറ്റ് നേടിക്കൊടുക്കാനായിട്ട് CC സാധിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഈ യുണീക്ക് സ്ട്രാറ്റജി തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, ഏരിയാസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇപ്പോൾ ഫോർമലിസ്റ്റുകൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എക്സാമിനെ നോക്കിക്കാണുന്നതും. നമ്മളുടെ കോച്ചിങ് ആ സ്റ്റൈൽ തന്നെയാണ്. നിങ്ങൾക്ക് UGC നെറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഓറിയൻറ്റേഷൻ വേണം, നിങ്ങൾക്ക് ഒരുപാടധികം പഠിക്കാനായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അതിലൊരു അടുക്കും ചിട്ടയും വേണം, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് CCയുടെ നെറ്റ് കോച്ചിങ്ങുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് യു ക്യാൻ ഓൾവേസ് കോൾ അപ്പോൺ അവർ ബോർഡ് നമ്പർ. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് ഇൻ അവർ കോഴ്സ്,
which is currently running, and we are starting our crash batch soon for the upcoming exam. You can fill your details in the Google Forms that is linked to this video. Okay, so we discussed about Russian formalisms. We'll be discussing about two major Russian formalists. ഹൂ ആർ ദേ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ റോമൻ യാക്കബ്സൺ. 1869 ജനിക്കുകയും 1982 മരിക്കുകയും ചെയ്ത ആളാണ് ആര്? റോമൻ യാക്കബ്സൺ. മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റോമൻ യാക്കബ്സൺ. അദ്ദേഹം കണക്റ്റഡ് ആയിട്ട് നിന്ന മറ്റൊരു ലിംഗ്വിസ്റ്റിക് സർക്കിളാണ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിള്. അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ ഫങ്ഷൻസ് എന്തൊക്കെ എന്നുള്ള 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് പുള്ളി കണ്ടുപിടിച്ചാണ്. എന്തൊക്കെയാണ് 6 റെഫറൻഷ്യൽ, ഇമോട്ടീവ്, കൊണോട്ടീവ്, ഫാറ്റിക്, മെറ്റാലിംഗ്വൽ, പോയറ്റിക്. ഇത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഭാവിയിലേക്ക് മനസ്സിലാക്കും. അപ്പോൾ റോമൻ യാക്കബ്സൺ ആണ് മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ. മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? 1915 നിലനിന്നിരുന്ന റഷ്യൻ ഫോർമലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു റോമൻ യാക്കബ്സൺ. അതിനുശേഷം അദ്ദേഹം പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിളിലേക്ക് എത്തി. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേറ്റർ ഹി ഫ്ലെഡ് ടു ന്യൂയോർക്ക് ആൻഡ് ദെൻ ദെയർ he met Claude Lévi-Strauss and Roland Barthes and all, and leading on to structuralism and neuroticism and all, taking birth from Russian formalism. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നാണ് ഈ 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. റെഫറൻഷ്യൽ, ഇമോട്ടീവ്, കണോട്ടീവ്, ഫെറ്റിക്, മെറ്റാലിംഗ്വൽ ആൻഡ് പോയറ്റിക്. പോയറ്റിക് ഫങ്ഷൻ ലാംഗ്വേജ് ദാറ്റ് ഡ്രോസ് അറ്റൻഷൻ ടു ഇറ്റ് സെൽഫ്. പോയറ്റിക് ഫങ്ഷനിലേക്ക് ഒരുപാട് ഫോക്കസ് നൽകിയിട്ടുള്ള ഒരാളായിരുന്നു എന്ത്? നമ്മുടെ റോമൻ യാക്കബ്സൺ. പോയറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ സ്വഭാവമാണ് ഫോർമലിസത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ എയ്സ്തെറ്റിക്സിൻ്റെ ആധാരം. പോയത്തിൻ്റെ ഫോമിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുപ്പിക്കുന്ന ലാംഗ്വേജിൻ്റെ സ്വഭാവമാണ് പോയത്തിന് അല്ലെങ്കിൽ ലിറ്റററി വർക്കുകൾക്ക് അതിൻ്റെ എയ്സ്തെറ്റിക്സ് കൊണ്ടുവരുന്നത് എന്നാണ് ആര് പറഞ്ഞത്? റോമൻ യാക്കബ്സൺ പറഞ്ഞത്. ഹെൽപ്ഡ് ബ്രിഡ്ജ് റഷ്യൻ ഫോർമലിസം ആൻഡ് സ്ട്രക്ചറലിസം. കണ്ടോ, റഷ്യൻ ഫോർമലിസത്തിനെയും സ്ട്രക്ചറലിസത്തിനെയും സംയോജിപ്പിക്കുന്ന പാലമായിട്ട് പ്രവർത്തിച്ചത് ആരാണ്? നമ്മുടെ റോമൻ യാക്കബ്സൺ ആണ്. ഇപ്പോൾ ലൂസിഫറിൻ്റെ തുടക്കത്തിൽ പറയുമല്ലോ, നമ്മുടെ വർമ്മ സാറാണ് അസന്മാർഗിക പാലം, മറ്റേ പാലം, മർജപാലം എന്നൊക്കെ. അങ്ങനെ ഇതുപോലെ നമ്മളുടെ റഷ്യൻ ഫോർമലിസത്തിനെയും സ്ട്രക്ചറലിസത്തിനെയും ഒരുമിപ്പിക്കുന്ന പാലമായിരുന്നു ആര്? നമ്മുടെ റോമൻ യാക്കബ്സൺ. ആ പുള്ളി നമ്മുടെ എന്ത് ചെയ്തു? ക്ലോഡ് ലെവി സ്ട്രോസിനെയും റൊളാൻഡ് ബാർത്തസിനെയും ഒക്കെ ഇൻസ്പയർ ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഒക്കെ ചെയ്താണ് ബാക്കി നമ്മളുടെ സ്ട്രക്ചറലിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. സ്ട്രക്ചറലിസത്തെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ലേൺ മോർ ഫ്രം ഇറ്റ്. മേജർ വർക്ക് ഇസ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പോയറ്റിക്സ്. 1960 അദ്ദേഹം എഴുതിയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പോയറ്റിക്സ് എന്നുള്ളതാണ് റൊളാൻഡ് ബാർത്തസ് നമ്മുടെ റോമൻ യാക്കബ്സനെ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്ന്. കുറച്ചുകൂടെ ഉള്ളൂ. ഇനി അതാ വിക്ടർ ഷ്ലോസ്കി 1893 മുതൽ 1984 വരെ. ഒപ്പോയാസ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്കൂളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഡീഫെമിലിയറൈസേഷൻ, ഒസ്ട്രനീൻ എന്ന് പറയുന്ന ഐഡിയോളജി പുള്ളിയാണ് കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിചയമുള്ളൊരു സാധനത്തിനെ എന്താണ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്താണ്? നമ്മുടെ ഒരു മനുഷ്യൻ്റെ രൂപമാണ്. ഈ രൂപത്തിനെ എത്രത്തോളം നമ്മൾ സ്ട്രെയിഞ്ച് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് നമുക്ക് ഫെമിലിയർ അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ബേസിക്കലി 5-6 വരകൾ കൊണ്ട് നമ്മളിതിനെ വരച്ച് വെച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ എത്രത്തോളം ഡീഫെമിലിയർ ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഡീഫെമിലിയാരിറ്റി നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ എടുക്കുന്ന ദൈർഘ്യം, ആ ദൈർഘ്യം കൂടുന്തോറും ആ പ്രോസസ്സിൻ്റെ ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ പ്രോസസ്സ് ഉണ്ടല്ലോ, പെർസീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സീ ചെയ്യാനും വേണ്ടിയിട്ടല്ല, പെർസീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ സമയം, ആ ഒരു എഫേർട്ടിലാണ് അതിൻ്റെ ഈസ്തെറ്റിക്സ് ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് ഡീഫെമിലിയറൈസേഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഒപ്പോയാസിൻ്റെ ഐഡിയോളജീസ് പറയുന്നത്. ലിറ്റർ മേക്സ് ദ ഫെമിലിയർ സ്ട്രേഞ്ച് ടു റിന്യൂ പെർസെപ്ഷൻ. ടോൾസ്റ്റോയുടെ എഴുത്ത് ശൈലി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോം ഓഫ് എ വർക്ക് നോട്ട് ഇറ്റ്സ് കണ്ടന്റ് ഡിഫൈൻസ് ഇറ്റ് ലിറ്റററിനെസ്. ഒരു സാധനത്തിനെ ലിറ്റററി ആക്കുന്നത് അതിൻ്റെ ഫോമാണ്. കവിതകളായിക്കൊള്ളട്ടെ, നമുക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിളായിരിക്കും.
പക്ഷേ അതിനെ ഒരു കവിതാ രൂപത്തിൽ വളച്ചൊടിച്ച് അത് റെപ്രസെൻ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് ലിറ്റററി ആകുന്നത് എന്നാണ് നമ്മളുടെ വിക്ടർ ഷ്ലോസ്കി പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ഇപ്പോൾ പാട്ടുകളായിക്കൊള്ളട്ടെ, കവിതകളായിക്കൊള്ളട്ടെ, ഈ കവിതകളുടെയും പാട്ടുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമുക്കറിയാത്ത വാക്കുകളും നമ്മൾ കോമൺലി ഉപയോഗിക്കാത്ത വാക്കുകളും അർത്ഥങ്ങളും കൊണ്ടാണ് അവിടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇമേജസിനെ വരച്ചുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും. ആ ഫെമിലിയർ ആയിട്ടുള്ള ഐഡിയയെ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഷേപ്പ് വെച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം അതിനെ മനസ്സിലാക്കി എടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഡീഫെമിലിയറൈസേഷൻ. അഥവാ അങ്ങനെ വച്ചാലാണ് അത് ലിറ്റററി വർക്കായിട്ട് മാറുന്നതെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ സ്ലോസ്കി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ മേജർ വർക്ക് എന്ന് പറയുന്നത് ആർട്ട് ആസ് ടെക്നിക്കാണ്. 1917 അദ്ദേഹം അവിടെയാണ് ഈ ഓസ്ട്രാനിയൻ ഡീഫെമിലിയറൈസേഷനെ പറ്റിയും ലാംഗ്വേജ് ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ലാംഗ്വേജിൻ്റെ ഫോമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ആസ്പെക്റ്റ് എന്നും പറയുന്നത്. അദ്ദേഹത്തെ അവിടെ വെച്ചാണ് ഡീഫെമിലിയറൈസേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ് ബുക്ക് സൂ ഓർ ലെറ്റേഴ്സ് നോട്ട് അബൌട്ട് ലവ്, എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ഫോം ആൻഡ് എപ്പിസ്റ്റോളറി സ്ട്രക്ചർ എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി. പുള്ളിയുടെ എപ്പിസ്റ്റോളറി സ്ട്രക്ചർ, എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുകളിലൂടെ കഥ പറയുന്നതാണ് എപ്പിസ്റ്റോളറി നോവൽ. അവിടെ സ്ട്രക്ചറിലുള്ള, ഫോമിലുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് ആണ്. അതിലുള്ള 2 വർക്കുകളാണ് സൂവും ലെറ്റേഴ്സ് നോട്ട് അബൌട്ട് ലവും 1923. ആൻഡ് ദിസ് ഈസ് ബേസിക്കലി ദ 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. 5 ഫങ്ഷൻസ് റോമൻ യാക്കബ്സൺ ആണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. റെഫറൻഷ്യൽ, ഇമോട്ടീവ്, കൊണേറ്റീവ്, ഫേറ്റിക്, മെറ്റാലിംഗ്വൽ, പോയറ്റിക്, ഈ 6 ഫങ്ഷൻസ്. റെഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൺവേസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ഓർ റെഫേഴ്സ് ടു റിയാലിറ്റി. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്നുള്ള അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഷയെ ഉപയോഗിക്കാം. സ്പീക്കർ സെൻറ്ററിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. വാവ് ദാറ്റ്സ് അമേസിങ് ഉണ്ടോ? വാവ് ദാറ്റ്സ് അമേസിങ് ഉണ്ടോ? എൻ്റെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ട? ആറ്റിറ്റ്യൂഡിനെ, വാവ് ദാറ്റ്സ് അമേസിങ് ഉണ്ടോ? എൻ്റെ ആറ്റിറ്റ്യൂഡിനെയും എൻ്റെ ഇമോഷനെയും എനിക്ക് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ഉപയോഗിക്കാം? ലാംഗ്വേജിനെ ഉപയോഗിക്കാം. അഡ്രസ്സി, റിസീവർ, എയിംസ് ടു ഇൻഫ്ലുവൻസ് ഓർ കമാൻഡ് ദ ലിസണർ, എസ്റ്റാബ്ലിഷ് ഓർ മെയിൻറ്റെയിൻസ് ഓർ ചെക്സ്. ക്ലോസ് ദ ഡോർ പ്ലീസ്. അവിടെ കമാൻഡ് ആയിട്ട് നമുക്കതിനെ എടുക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് എടുക്കാം. ക്ലോസ് ദ ഡോർ പ്ലീസ്. നേരത്തെ മിക്സ് ആയിപ്പോ കേട്ടോ. ക്ലോസ് ദ ഡോർ. അപ്പോൾ എന്താണ്? വേറൊരാളെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പവർ എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ലാംഗ്വേജ് യൂസ് ചെയ്യാം. കോണ്ടാക്ട്, ചാനൽ. ഹലോ, ആർ യു ദെയർ? നീ അവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന മീഡിയം, അല്ലെങ്കിൽ നമ്മൾ മീഡിയം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജിന് ഉപയോഗിക്കാം. ലാംഗ്വേജിലാണ് ഈ മീഡിയത്തിലൂടെ പോകുന്നത്. ഈ ലാംഗ്വേജ് പോകുന്ന മീഡിയം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനും നമുക്ക് എന്ത് ചെയ്യാം? ലാംഗ്വേജിന് ഉപയോഗിക്കാം. ഹലോ, ആർ യു ദെയർ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് റെസ്പോൺസ് ഇല്ലെങ്കിൽ എന്താണ്? ഈ മീഡിയം വർക്കാകുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലാംഗ്വേജിനെ ഉപയോഗിക്കാം. കോഡ് ക്ലാരിഫൈസ് ഓർ എക്സ്പ്ലെയിൻസ് ലാംഗ്വേജ് ഓർ മീനിങ്, ഫോക്കസ് ഓൺ ബ്യൂട്ടി. ബൈ സിൻടാക്സ് ഐ മീൻ വേർഡ് ഓർഡർ. കണ്ടോ, ഇവിടെ സിൻടാക്സ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. പക്ഷേ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ലാംഗ്വേജ് ഉപയോഗിച്ചു. ഒരു ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി തന്നെ അതേ ലാംഗ്വേജിൽ വേറൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാം. ലാംഗ്വേജ് ഈസ് യൂസ് ടു ഡിഫൈൻ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഞാനിപ്പോൾ തന്നെ നിങ്ങളെ ഇത്രയും വാക്കുകളുടെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു ലാംഗ്വേജ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് സെൽഫ് റെഫറൻഷ്യൽ ഓർ സെൽഫ് ടീച്ചിങ് ആണ് ലാംഗ്വേജ് എന്നാണ് ആര് പറയുന്നത്? റോമൻ യാക്കബ്സൺ പറയുന്നത്. പോയറ്റിക് ഫംഗ്ഷൻ. ഈ പോയറ്റിക് ഫംഗ്ഷനാണ് റോമൻ യാക്കബ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ പോയറ്റിക് ഫംഗ്ഷൻ എന്നതാ? മെസ്സേജ്, അതിൻ്റെ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പോയറ്റിക് ഫംഗ്ഷൻ. ഫോക്കസസ് ഓൺ ബ്യൂട്ടി, സൗണ്ട് ഓർ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. കുറേ നേരം നമ്മൾ എക്സാമ്പിളിന് വേണ്ടി കഷ്ടപ്പെട്ടായിരുന്നു. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്നതാ? ഒരു കുഞ്ഞ് മിന്നുന്ന നക്ഷത്രം. അതിനെ ബ്യൂട്ടിഫൈ ചെയ്തത് എപ്പോഴാണ്? ട്വിങ്കിൾ ട്വിങ്കിൾ 2 തവണ പറഞ്ഞു. ലിറ്റിൽ സ്റ്റാർ. അവിടെ എന്തുണ്ട്? റൈമുണ്ട്, അലിട്രേഷൻ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞു മിന്നുന്ന നക്ഷത്രം അല്ലെങ്കിൽ സ്മോൾ ഷൈനിങ് സ്റ്റാർ എന്ന് പറയുന്നതിന് പകരം അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞു. ആ പ്രസൻറ്റ് ചെയ്ത ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത രീതിയില്ലേ, അതാണ്
പോയറ്റിക് ഫങ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ലാംഗ്വേജ് ഉപയോഗിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഐഡിയ കുറച്ചുകൂടെ പോയറ്റിക് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, എക്സ്ട്രേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് പോയറ്റിക് ഫങ്ഷൻ എന്നാണ് ആര് പറയുന്നത്, അല്ല അതാണ് പോയറ്റിക് ഫങ്ഷൻ. അതിലാണ് ആര് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? റോമൻ യാക്കബ്സൺ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ആർ ബേസിക്കലി ദ 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഫ്രം റെഫറൻഷ്യൽ, ഇമോട്ടീവ്, കൊണേറ്റീവ്, ഫൈറ്റിക്, മെറ്റാലിംഗ്വൽ ആൻഡ് പോയറ്റിക് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ആൻഡ് ഈ 2 ഇമേജസിൽ നിന്ന് നമുക്ക് ഫോർമലിസം എന്താണെന്നുള്ള കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒറിയാമി ആണ്. ഒറിയാമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേപ്പർ ഫോൾഡിങ്സ്. ഒരു പേപ്പറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? രണ്ടും കൂടെ പ്രത്യേക ഫോമിൽ അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ പ്രത്യേക ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മടക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലെയിൻ ആയിട്ടിരുന്ന പേപ്പർ, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതിൽ ചെറിയ ഓൾട്രേഷൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതെന്തായിട്ട് മാറി? മറ്റൊരു സാധനമായിട്ട് മാറി. ഇതിനെ നമുക്കിപ്പോൾ എന്തായിട്ട് കൺസീവ് ചെയ്യാം? ഒരു സ്വാനായിട്ട് കൺസീവ് ചെയ്യാം. അങ്ങനെ ഇതിനെ പ്രസൻറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെ ഈ പ്രസൻറ്റേഷനാണ് ഇതിന് ബ്യൂട്ടി കൊടുത്തത്, ഇതിന് അർത്ഥം കൊടുത്തത്, ഈ വാല്യൂ കൊടുത്തത് എന്നുള്ളതാണ് റഷ്യൻ ഫോർമലിസം. ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോർമലിസം എന്ന് ഫോർമലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മളെ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ നടത്തുന്നവർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരു പേപ്പറായിരുന്നത്. പേപ്പർ നമ്മൾ പ്രത്യേക രീതിയിൽ മടക്കി പ്രത്യേക രൂപത്തിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിനൊരു അർത്ഥം വന്നു, ഒരു മീനിങ് വന്നു, ഒരു എസ്തെറ്റിക്സ് വന്നു. അതിനെ നമ്മളിപ്പോൾ ചുരുട്ടി വെച്ചേക്കുന്ന പേപ്പർ എന്നല്ലാതെ നമുക്കതിലൊരു പ്രത്യേക ഷേപ്പും അത് നമുക്ക് മനസ്സിലാവുകയും നമുക്കത് പെർസീവ് ചെയ്തെടുക്കുകയും നമുക്ക് കുറച്ച് നേരം നോക്കി കഴിയുമ്പോൾ ഡ്രാഗണായിട്ട് തോന്നും, വേറൊരു ആംഗിളിൽ നോക്കി കഴിയുമ്പോൾ വേറൊരു സാധനമായിട്ട് തോന്നും. ആ പെർസെപ്ഷനാണ് ആ രൂപത്തിൽ നിന്ന് നമ്മൾ ആ മീനിങ്ങിനെ നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്ന ലെങ്ത്, ആ പ്രോസസ്സിൽ ഈസ്തെറ്റിക്സ് ഉണ്ട് എന്നാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. സെയിം സാധനം ഗോസ് ഫോർ ദ ഗിഫ്റ്റ്. നമ്മളിത് കണ്ടപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഐഡിയ എന്നതാ? ഇതൊരു ഗിഫ്റ്റ് ആണെന്നാണ് അല്ലേ? എന്തുകൊണ്ട് ഒരു പാഴ്സലാണെന്ന് നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഒരു പാഴ്സലാണെന്ന് നമ്മൾ വിചാരിച്ചില്ല? അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടൊരു ലഞ്ച് ബോക്സ് ആണെന്ന് നമ്മൾ വിചാരിച്ചില്ല? കാരണം ഇതിൻ്റെ ഫോമാണ്, ഇതിൻ്റെ രൂപമാണ്. അപ്പോൾ ഇതിൽ മീനിങ് കൊടുക്കുന്നത്, ഇതിന് വാല്യൂ കൊടുക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോമാണ്, ഈ രൂപമാണ് ഇതിന് എന്ത് കൊടുക്കുന്നത്? അർത്ഥം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനൊരു ഫോമിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു പ്രസൻറ്റ് ആകുന്നത്, ഗിഫ്റ്റ് ആകുന്നത്. പണ്ണ് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഫോർമലിസം. നമുക്കറിയാവുന്ന കാര്യത്തിനെ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ, നമുക്കറിയാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ഫോർമലിസം എന്ന് പറയുന്നത്. പ്രസൻറ്റ് ചെയ്ത് വെക്കുകയും അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോഴാണ് ഫോർമലിസം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ വാല്യൂ ഉണ്ട്. ആ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ആ വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ബേസിസിലാണ് നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫോർമലിസ്റ്റ് ലിറ്റററി തിയറി. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് റഷ്യൻ ഫോർമലിസം. ഇത് ബേസിസ് മാത്രമാണ്. ദർ ആർ മോർ ടു റഷ്യൻ ഫോർമലിസം. റഷ്യൻ ഫോർമലിസത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനും UGC നെറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളോട് വേണം. ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ സിലബസ് ബേസ്ഡ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് എൻക്വയർ വിത്ത് us, contact us and make sure that you get the best service and best knowledge and you get to attend to or you get to achieve your dream position of assistant professorship. So it's me, Alfin Abdul Salam, signing off. If you are interested in getting more informative videos like this, please don't forget to subscribe to the channel. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ, Alfin Abdul Salam, signing off. Till we meet again. Thank you.